ഹലോ ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായ കൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കാർ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി, മഴയൊക്കെ പെയ്ത കാരണം കൊണ്ട് അതിന് പരിപ്പും കുമ്പളങ്ങയും മെലൂഷൻ വെക്കുകയാണ്. അതിനുള്ള കുമ്പളങ്ങയല്ല, സോറി, മത്തങ്ങ കൂടി മെലൂഷൻ വെക്കുകയാണ്. ശനിയാഴ്ച വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അത് രാവിലത്തെ വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടി ഇപ്പോൾ രണ്ടായിട്ട് എടുത്തതാണ്. പിന്നെ ദീക്ഷത്ത് വിളക്കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് പുകയ്ക്കുകയാണ്. കൊതു വരാണ്ടിരിക്കാൻ പുകയ്ക്കില്ല. അപ്പോൾ കൊതുവിൻ്റെ ഇത് 2-3 കൊതുകളൊക്കെ ആയപ്പോൾ ഞാൻ പുകയ്ക്കുകയാണ്. അതിന് വീണ്ടും അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിൽ പരിപ്പും മത്തങ്ങയും വെന്തുണ്ടായിരുന്നു. കുക്കറിന് വിസിൽ വരാണ്ടായപ്പോൾ ഒന്ന് അടച്ചിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്തത്. വന്നിട്ട് അത് ഉടച്ച് വെളിച്ചെണ്ണ വയ്ക്കുകയാണ്. അപ്പോൾ കൂട്ടാൻ റെഡിയായി. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് വയ്ക്കാറ്. അപ്പോൾ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ഉണ്ടാവും. ഒരു കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ വയ്ക്കുമ്പോൾ ആ ലെവലിൽ തന്നെ വയ്ക്കുക. പിന്നെ മീൻ കൂട്ടാനായാലും ചിക്കൻ വയ്ക്കുകയാണെങ്കിൽ 2 ദിവസത്തേക്ക് തികയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ചീണ്ടിട്ട് വെച്ചാണത് പച്ചപ്പയർ ഉപ്പേരിക്കാണ്. ഉപ്പേരി അരിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലോ, ഉപ്പേരിക്കലാണ്. അപ്പോൾ പച്ചപ്പയർ വേഗം കഴുകിയെടുക്കുകയാണ്. കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് കൂട്ടാനായത് പകർത്താണ് വേറെ പാത്രത്തേക്ക്. അപ്പോഴേക്കും സബോളയും വെളുത്തുള്ളിയും കരിയണ പോലെ തോന്നി. അപ്പോൾ വേഗം മുളക് പൊടി ഇട്ടിട്ട് അത് ഉപ്പൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പേരിക്ക് ഇട്ടിട്ടാവാം എന്ന് വിചാരിച്ചിട്ട് അതവിടെ വെച്ചു. അത് കഴിഞ്ഞ് ഉപ്പേരിക്ക് പച്ചപ്പയർ ഇട്ട് കഴിഞ്ഞിട്ട് കൂട്ടാൻ പകർത്താൻ പോവാണ്. ആ പാത്രമൊക്കെ ഒന്ന് മോറി വയ്ക്കാമല്ലോ, അല്ലെങ്കിൽ കുക്കർ കൊടുക്കണേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. കുക്കറും എല്ലാം മോറി വയ്ക്കല്ല നല്ലത്. വേഗം ഉപ്പേരിക്കിട്ട് വെള്ളമൊന്നും ഒഴിക്കില്ല. അത് സബോള, ഉപ്പ്, വെളുത്തുള്ളി, അതൊക്കെയാണ്. മുളകും മഞ്ഞൾപ്പൊടി ഇത് അടച്ചിടാണ് പതിവ്. അങ്ങനെ തേയില കിടന്ന് വേവും. തീ കുറച്ചിട്ട് കൂട്ടാനായി ഇത് പകർത്തി മാറ്റി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങൾ 4 മണി തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. ചായ കുടിച്ചതിൻ്റെ കപ്പും പാത്രങ്ങളൊക്കെ. അപ്പം അത് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. മുറത്തിൽ ഇത്തിരി അഴുക്ക് കണ്ടു. അപ്പോൾ അതൊന്ന് അരച്ച് കഴുകാമെന്ന് വെച്ച് നന്നായി അരച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തിയിൽ അതിൽ സ്രാവ് വറക്കാം. അങ്ങനെ സ്രാവ് വറക്കാൻ വെച്ചിട്ട് ആ മുളക് പരത്തി വയ്ക്കുകയാണ്. സ്രാവ് നന്നായി വൃത്തിയാക്കാൻ വേണ്ടി കഴുകാൻ പോവാണ്. കഴുകി വൃത്തിയാക്കൽ കഴിഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പം അതിൻ്റെ വാല്, ചിറക്, സാധനങ്ങൾ, അങ്ങനത്തെ ഇതുകളൊക്കെ അതിലുണ്ടായിരുന്നു. അതൊക്കെ വെട്ടിക്കളയാണ്. ഉണക്കസ്രാവാണ്. അപ്പം അതൊക്കെ ചിറക് ഒക്കെ ഉള്ളത് വെട്ടിക്കളയാണ്. അതിന് മുളക് പറ്റാതെ അവിടെ വെച്ചു. അപ്പോഴേക്ക് ഉപ്പേരി അതിൻ്റെന്ന് ഉപ്പേരിയായപ്പോൾ വേഗം പകർത്തി വെച്ചു ഒരു പാത്രത്തിലേക്ക്. കഴിഞ്ഞിട്ട് അത് സ്രാവ് വറക്കാൻ പോവുകയാണ്. സ്രാവ് വറക്കാൻ ഇട്ടു. തിങ്കളാഴ്ചക്ക് ഗ്രീൻ പീസ് കറിയും ചപ്പാത്തി ആക്കാമെന്ന് വെച്ചിട്ട് ഗ്രീൻ പീസ് വെള്ളത്തിലിടുകയാണ്. അത് കഴിഞ്ഞാൽ അപ്പോൾ പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗ്രീൻ പീസ് കറി ഇടുകയാണ്. ഗ്രീൻ പീസ് വെള്ളത്തിലിടുകയാണ്. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബായ്.